ഹായ് നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെയറിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെഡിലോ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള സ്ട്രെച്ചിങ് വ്യായാമങ്ങളാണ്. അപ്പോൾ സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി അതേ കണക്ക് തന്നെ നമ്മുടെ ഒരു ജോയിൻസുകളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നമ്മുടെ ഒരു മസിൽസൊക്കെ ഒന്ന് ആക്റ്റീവ് ആവാനും സ്ട്രോങ് ആക്കാനും ഒക്കെ ഈ സ്ട്രെച്ചിങ് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരോ ആയിക്കോട്ടെ, നിങ്ങൾ പ്രായമായവരായിക്കോട്ടെ, പ്രായം കുറഞ്ഞവരായിക്കോട്ടെ, സ്ത്രീകളാവട്ടെ, ആർക്ക് വേണമെങ്കിലും വളരെ അനായാസമായിട്ട് ഈ സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റും. വളരെയേറെ ഗുണങ്ങളാണ് ഈ സ്ട്രെച്ചിങ് മൂലം നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത്. നമ്മുടെ ഒരു നിത്യേനയുള്ള കഠിനമായിട്ടുള്ള ജോലികളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് ഈ സ്ട്രെച്ചിങ് പരിശീലിക്കാവുന്നതാണ്. നിങ്ങളുടെ പേശികൾക്കൊക്കെ നല്ല ഒരു റിലാക്സ് ഒക്കെ തരാനായിട്ട്, നിനക്ക് മസിൽ പെയിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മാറ്റിയെടുക്കുവാനും ഒക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അധികം സമയമൊന്നും ചിലവാക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 5-10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കിത് ചെയ്ത് തീർക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ സ്ട്രെച്ചിങ്ങിലോട്ട് പോവാം. അപ്പം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബെഡിലോ അല്ലെന്നുണ്ടെങ്കിൽ ചെയറിലോ ഇരിക്കുക. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് കൈകൾ ഇതേപോലെ ഉയർത്താവുന്നതാണ്. ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോളൂ. ഇതേപോലെ ഉയർത്തിയിട്ട് നിങ്ങൾ ബാക്കിലോട്ട് ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക. നിങ്ങളുടെ തല മുകളിലോട്ടാവട്ടെ, നിങ്ങളുടെ നോട്ടം മുകളിലോട്ടാവട്ടെ. ഒരു 10 സെക്കൻഡ് നിങ്ങൾ ഇതേപോലെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, വെറും 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്ത സ്ട്രെച്ചിങ്ങിലോട്ട് പോകാം. അടുത്ത സ്ട്രെച്ചിങ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 2 കൈകളും ഇതേപോലെ ചേർത്ത് പിടിക്കാം. ചേർത്ത് പിടിച്ചതിന് ശേഷം ഇതേപോലെ നിങ്ങൾ സൈഡിലോട്ട് മാക്സിമം നിങ്ങളുടെ കൈകൾ നിവർന്ന് തന്നെ ഇരിക്കണം, മടങ്ങിപ്പോരുത്. സൈഡിലോട്ട് ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക. ഹോൾഡ് ഒരു 10 സെക്കൻഡ് നമുക്ക് ഇതേപോലെ തന്നെ ഹോൾഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് പൂർവ്വസ്ഥിതിയിൽ വന്ന് അടുത്ത സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യാവുന്നതാണ്. ഇതേപോലെ മാക്സിമം സ്ട്രെച്ച്, നല്ല ഒരു സ്ട്രെച്ച് നമുക്ക് ഫീൽ ആവട്ടെ. ഇതേപോലെ നിങ്ങൾ ചെയ്യുക, ഹോൾഡ് ചെയ്യുക 10 സെക്കൻഡ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സ്ട്രെച്ചിങ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഇതേപോലെ ഇരുന്നതിന് ശേഷം നമ്മുടെ കൈകൾ ഇതേപോലെ ഞാൻ ഈ ചെയ്തിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് വെക്കാം. ഇതേപോലെ അതിനുശേഷം മാക്സിമം ഇതേ പൊസിഷനിൽ ബാക്കിലോട്ട് സ്ക്വീസ് ചെയ്യുക. ഓക്കെ, ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. മാക്സിമം ബാക്കിലോട്ട് പോട്ടെ നമ്മുടെ കൈ. ഇത് നമ്മുടെ ഷോൾഡർ മസിൽസിനെ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്ട്രെച്ചിങ് വ്യായാമമാണ്. അപ്പം ഒന്നും കൂടെ നമുക്ക് കാണാം. ഇതേപോലെ ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഒരു 10 സെക്കൻഡ് നമുക്ക് ഇതേപോലെ ഹോൾഡ് ചെയ്യാം. നൈസ്. ഇതേപോലെ ഹോൾഡ് ചെയ്യുക. നല്ല സ്ട്രെച്ചിങ് ആണ്. എല്ലാ സ്ട്രെച്ചിങ്ങുകളും നിങ്ങൾ 10 സെക്കൻഡ് വെച്ചാണ് ചെയ്യേണ്ടത്. നൈസ്. റിലാക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്ത നമ്മുടെ സ്ട്രെച്ചിങ് എന്താണെന്ന് നോക്കാം. അടുത്ത സ്ട്രെച്ചിങ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഇരുന്നിട്ട് നിങ്ങളുടെ ഒരു കാൽ മുകളിലോട്ട് ഉയർത്തുക, ഞാൻ ഈ ഉയർത്തുന്നത് പോലെ. അതിനുശേഷം നിങ്ങളുടെ കൈകൾ കൊണ്ട് മുകളിലോട്ട് നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ചെസ്റ്റിൽ തട്ടുന്ന രീതിയിൽ ഇതേപോലെ ഹോൾഡ് ചെയ്യാം, പിടിക്കാം. ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക. നിങ്ങളുടെ ഗ്ലൂട്ട് മസിലും ഹാംസ്ട്രിങ് മസിൽസിനും ഒക്കെ നല്ല സ്ട്രെച്ചിങ് ഇതുമൂലം കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ലോവർ ബാക്കിന്, നട്ടലിനൊക്കെ നല്ല ഒരു സ്ട്രെച്ചിങ് കിട്ടും. ഓക്കെ, ഈ നട്ടല് വേദനയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. സയാറ്റിക്ക പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു സ്ട്രെച്ചിങ് മൂവ്മെൻറ്റ്സ് വളരെ ഉപകാരപ്പെടും. അപ്പം ഇതേപോലെ നിങ്ങളൊരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഹോൾഡ്. നൈസ്. ഇതേപോലെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത സ്ട്രെച്ചിങ്ങിലോട്ട് പോകാം. അടുത്ത സ്ട്രെച്ചിങ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാലുകൾ അല്പം വൈഡായിട്ട് വെക്കാം, ഞാൻ ഈ വെച്ചിരിക്കുന്ന പോലെ. അതിനുശേഷം നിങ്ങളുടെ കൈകൾ പതുക്കെ താഴോട്ട് കൊണ്ടുവന്ന് ഇതേപോലെ ഈ ഒരു പൊസിഷനിലിരിക്കാം. നൈസ് സ്ട്രെച്ച്. ഇത് നിങ്ങളുടെ ഒരു മൊബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നിങ്ങളുടെ സ്പൈന് നല്ല ഒരു സ്ട്രെച്ചിങ് ആണ്. ഇതേപോലെ കൈകൾ നിവർത്തി തന്നെ വെച്ചുകൊണ്ട് ഈ ഒരു സ്ട്രെച്ചിങ് ശീലിക്കുക. ഓക്കെ, കൈകൾ നിവർന്നിരിക്കട്ടെ. മാക്സിമം 10 സെക്കൻഡ് ഇതേപോലെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. നൈസ്. ഓക്കെ, കൈമുട്ടുകൾ നിവർന്ന് തന്നെ ഇരിക്കണം. ഇതേപോലെ കൺട്രോൾ ചെയ്ത്. ഓക്കെ, അപ്പം
അടുത്ത സ്ട്രെച്ചിങ്ങിലോട്ട് പോകാം. അടുത്ത സ്ട്രെച്ചിങ് ചെയ്യാനായിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങളുടെ കൈ നിങ്ങളുടെ എതിർഭാഗത്തുള്ള കാലിൽ ഇതേപോലെ നിങ്ങൾക്ക് പിടിക്കാം. അതിനുശേഷം അടുത്ത കൈ മുകളിലോട്ട്, നൈസ് സ്ട്രെച്ച്. നിങ്ങളുടെ നോട്ടം മുകളിലോട്ടാവട്ടെ. ഇതേപോലെ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അടുത്ത സൈഡിലും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. നൈസ്. ഇതേപോലെ ഓക്കെ, ഇതേപോലെ ചെയ്യുക. നല്ല ഒരു സ്ട്രെച്ചിങ് മൂവ്മെൻ്റാണ്. ഇതെല്ലാം വളരെ സിമ്പിൾ സ്ട്രെച്ചിങ്ങുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏത് പ്രായത്തിലുള്ളവർക്ക് വേണമെങ്കിലും വീട്ടിൽ പരിശീലിക്കാവുന്ന സ്ട്രെച്ചിങ്ങുകളാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. 10 സെക്കൻഡ് ചെയ്തതിന് ശേഷം അടുത്ത സ്ട്രെച്ചിങ്ങിലോട്ട് പോകാം. അടുത്ത് നമ്മൾ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു കൈ നമ്മുടെ അരക്കെട്ട് ഭാഗത്തായിട്ട് ഇതേപോലെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അടുത്ത കൈ ഇതേപോലെ താഴെ തൊടുവാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഇതേപോലെ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. നിങ്ങളുടെ ഹിപ്പ് മസിൽസിന് നല്ല ഒരു സ്ട്രെച്ചിങ് മൂവ്മെൻ്റാണിത്. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത ഭാഗത്ത് ഇതേപോലെ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. വെരി ഗുഡ്. നല്ല ഒരു സ്ട്രെച്ചിങ്ങാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. അടുത്തത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 2 കൈകളും ഇതേപോലെ നിവർത്തി ഇതേപോലെ പിടിക്കാം. അതിനുശേഷം പതുക്കെ ഒരു വശത്തോട്ട് ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക. നിങ്ങളുടെ ബാക്ക് മസിൽസിനും ഷോൾഡർ മസിൽസിനും അതേപോലെ ഹിപ്പ് മസിൽസിനും നല്ല ഒരു സ്ട്രെച്ചിങ്ങാണ് ഇതുമൂലം കിട്ടുന്നത്. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. വീണ്ടും അടുത്ത സൈഡിലോട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. നൈസ് സ്ട്രെച്ച്. ഇതേപോലെ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇനി അടുത്ത നമ്മുടെ സ്ട്രെച്ചിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. അതിനുശേഷം നിങ്ങളുടെ കൈകൾ ഞാൻ ഈ പിടിക്കുന്ന കണക്ക് ഇതേപോലെ നിങ്ങൾ പിടിക്കുക ബാക്കിലോട്ട്. അതിനുശേഷം മാക്സിമം ഉയർത്താൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ഉയർത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾ പതുക്കെ താഴോട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നൈസ്. ഒരു 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. നിങ്ങളുടെ അപ്പർ ബാക്കിനും ഷോൾഡർ മസിൽസിനും നല്ല സ്ട്രെച്ചിങ്ങാണ് ഇതുമൂലം കിട്ടുന്നത്. 10 സെക്കൻഡ് മാക്സിമം ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ. വളരെ കുറച്ച് സിമ്പിളായിട്ടുള്ള സ്ട്രെച്ചിങ് വ്യായാമങ്ങളാണ് ഞാൻ കാണിച്ചു തന്നത്. നിങ്ങൾക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മസിൽ റിക്കവറിക്കൊക്കെ വളരെ നല്ലതാണ് ഈ സ്ട്രെച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണെന്ന് പറയാം. ബൈ.